1 2 3 മാനത്തെ മാറാപ്പിൽ നിന്നും മാണിക്കല്ലിട്ടതാര് മാണിക്യം കാണാതെ പാവം മാറാപ്പു പേറുന്നു രാവ് മാനത്തെ മാറാപ്പിൽ നിന്നും മാണിക്കല്ലിട്ടതാര് മാണിക്യം കാണാതെ പാവം മാറാപ്പു പേറുന്നു രാവ്. നിർത്ത് മതി 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 മതി. ഇനി ഇത് കുടിച്ചിട്ട് മതി റിഹേഴ്സൽ. ഇന്ന് ദേവന് ഇതെനിക്ക് ഇതൊക്കെ കാണുമ്പോഴാണ് ബോസിനെ വിശുദ്ധ ബോസ് എന്ന് വിളിക്കാൻ തോന്നുന്നത്. എന്റെ പൊന്നോ വേണ്ട, ഈ ആത്മാർത്ഥം നീ ആ തെറ്റിക്കണ സാധനത്തെ കാണിച്ചാ മതി. എന്നാലും ബോസിന് ആത്മാർത്ഥയില്ലെന്ന് പറയാൻ പറ്റും. അത് പറ്റില്ല. ഒന്നുമില്ല, ഒരു മുൻകരുതല്. നീയൊക്കെ ചായ സോഡയും കുടിക്കാൻ പോയിട്ടെ 1 മണിക്കൂർ കഴിഞ്ഞല്ലേ തിരിച്ചു വന്നത്. ബോസേ, അത് ഈ മണിച്ചേട്ടനെ പേടിച്ചിട്ടാ. ദേവ കണ്ടിന്യൂ. വെള്ളിപ്പൂവാമ്പൽ ചെണ്ടിലിരുന്ന് കാറ്റിയത് പറഞ്ഞാടി അല്ലിപ്പൂതാരം കാറ്റിലഞ്ഞു ആമ്പലം അലിഞ്ഞാടുമ്പോൾ തൂളിപ്പോയി പൊന്നുമണി, ഇത് വരുന്നതിന് മുമ്പ് എനിക്കൊരു സിഗ്നൽ തരണ്ടേ? എടി, ഇത് വരുന്നതിനും പോകുന്നതിനും മുമ്പ് സിഗ്നൽ ഇതെന്താ ജയന്തി ജനതി എന്ന് വിചാരിച്ച കംപ്ലീറ്റ് താളം. ദൈവമേ, ദേവന്റെ ബോധം പോയാ? മണിയെ, ഞാൻ പറയുന്ന ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുമോ? എന്താ കാര്യം? നമ്മളെ സുലൈമാൻകാരുടെ ടയർ വീട്ടിൽ ഒരു ബംഗാളി ഉണ്ട്. ഓന്റെ ബാപ്പ ബംഗാളിൽ ആയുർവേദ ചികിത്സ നടത്തുന്ന ആളാ. നാളെ നാട്ടിൽ പോയിട്ട് വരുമ്പോ ചില മരുന്നുകളൊക്കെ കൊണ്ടുകൊടുക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന് പരീക്ഷിക്കും പ്ലീസ്. നീ പറയണ സത്യമാണോ? ആന്നേ. എന്നാ ഒന്ന് പരീക്ഷിച്ചു നോക്കാം. പക്ഷെ നീ എന്റെ കൂടെ വരുമോ? നീ ഹിന്ദി അറിയാൻ പറ്റില്ല. ബംഗാളിക്ക് നന്നായിട്ട് മലയാളം അറിയാം. നീയെ കൂടി അവന്റെ ഹിന്ദി കുഴപ്പിക്കാതിരുന്നാ മതി. എന്റെ പൊന്നനിയ, ഇതുകൊണ്ടും ഇത് നിന്നില്ലെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് പിരിച്ചുവിടുന്നല്ല, ഈ ബാൻഡ് തന്നെ ഞാൻ പിരിച്ചുവിടും. നിന്നിരിക്കും, ഉറപ്പാണ്. ഇതുവരെ പരിപാടിക്ക് അവൻ കറക്റ്റ് അടിച്ചിട്ടില്ല. ഹലോ, കല്യാണി ഉണ്ടോ? ഓക്കെ. യെസ്, അതെ. ആരാ? ഹായ് കല്യാണി, ഞാൻ രാജീവാണ്. രാജീവ്? മനസ്സിലായില്ലേ? ശ്രുതിയുടെ കസിൻ. ഓ സോറി, എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നേരിട്ടൊന്ന് കാണണം. ഓക്കെ, ഞാൻ ഷോപ്പിലുണ്ടല്ലോ. ഷോപ്പിൽ വെച്ച് വേണ്ട, വീട്ടിൽ പോണ വഴി ബീച്ചിൽ വെച്ചൊരു 10 മിനിറ്റ്. എന്താ രാജീവ്, കാര്യം പറഞ്ഞോളൂ. നേരിട്ട് പറയാം. ഓക്കെ. അതെ, പോണതൊക്കെ കൊള്ളാം. ശനിയാഴ്ച പരിപാടി ഉള്ളതാ. ഞങ്ങള് വെള്ളിയാഴ്ച രാത്രി തന്നെ എത്തും. ആണാ? എന്നാ ചെല്ലു, പൊക്കോ. പണിയാ, ഒരു യാത്ര പോണല്ലേ, കൈ കാശൊക്കെ ഉണ്ടാ? അത്യാവശ്യം കാശൊക്കെ ഉണ്ട്. ഒരു 100 രൂപ തന്നെ. ഒന്ന് പോയോന്ന്, ബാക്കി കാശനോട് ഞാൻ വരുമ്പോഴേക്കും. ബാക്കി കാശല്ലേ, അത് അടുത്ത കൊല്ലം തരാം. എന്റെ പഠിച്ചോനെ, അല്ല രണ്ടാളൂടെ എങ്ങോട്ടാ? നാട്ടിലേക്കാ. കൊറേ നാളായില്ലേ പോയിട്ട്. ഞാനിപ്പോ വരാമേ, പോയാക്കരുത് കേട്ടോ. ഇപ്പൊ വരാവേ. ഇതേപോലത്തെ ഒരുത്തുണ്ടായി ഞാൻ അവർക്ക് വേണ്ടി ചത്തേനെ. ഞാനും. ആ പാത്തോടെ പോയി. ഞാനൊരു തയ്യ ക്ലാസ്സിൽ ചേർന്നു. വെറുതെ എനിക്ക് ഉമ്മ സമ്മതിക്കില്ല. എന്നിട്ട് പഠിത്തോടത്തോളൊക്കെ സൂചിയിൽ നൂല് കോർക്കാനൊക്കെ പഠിച്ചാ? ഞാൻ എംബ്രോയിഡറി പഠിക്കുന്നത്. അതിന് സൂചി നൂലും വേണ്ടേ? വേണം. മാമൂട്ടിക്ക എവിടെ? അവൻ നിന്നെ എങ്ങനെ കോർക്കാന്നും പറഞ്ഞ് നടക്കുവാ. ഒന്ന് പോവാ മണി ചേട്ടാ. ആ, നീ കിന്നാനം പറഞ്ഞ് നിക്കണേ. മാവ് ഒഴിക്കാൻ കിടക്കുന്നു, പോയി തുടങ്ങ. ഉമ്മ ഇപ്പ ആരാ? എനിക്ക് വയ്യ എന്റെ ഉമ്മ. ആ, ഇപ്പഴത്തെ ഇങ്ങനെ എന്റെ കാലിന് ഭയങ്കര വേദന. ബസ് ഒന്നും കിട്ടിയില്ല, നടന്നാ ഞാൻ വന്നത്. കാലപ്പടി നീര് വെച്ചേക്കുവാ. ഞാനെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, എന്താന്ന് വെച്ചാ ചെയ്യ. വേണ്ട, ഇത് കുറച്ച് പപ്പടവാ. എന്തായാലും വീട്ടിലേക്ക് പോവല്ലേ,
അവരും അറിയട്ടെ ഇത്തയുടെ പപ്പടത്തിന്റെ രുചി. മോനെ ദേവാ, ആ ദാ പിടിച്ചോ. ആ ഇത് മണിക്ക്. അല്ല ഇതാ ആ നിങ്ങൾ കുഴക്കട ഒരു മിഷൻ മേടിച്ചു ആ. പിന്നെ എന്തിനാ കൊച്ചിനെ വെറുതെ ഇട്ട് വിഷമിപ്പിക്കുന്നത്? ഓ ആ കുന്തനാളത്തിൽ എത്ര കഴിച്ചാലും പാത്തു കഴിക്കുന്നവരെ ആവുന്നില്ലടാ മണി. ഉം. പാത്തു കാലുകൊണ്ട് ചവിട്ടി കുഴച്ച് മാവുണ്ടാക്കുന്ന പപ്പടം ഉണ്ടല്ലോ, ഓ, അത് തിളച്ച എണ്ണയിൽ ഇട്ടാണ്ടല്ലോ ഭീമിന്റെ വരുന്ന വരവുണ്ട്. ഞാൻ ചെല്ലട്ടെ, അല്ലെ പാത്തു പണി കുഴപ്പം. കന്നിപ്പാലെങ്കി ദേവാ എനിക്ക് ഗ്യാസ് ഉള്ളതുകൊണ്ട് പപ്പടം കഴിക്കുന്ന പ്രത്യേകം ഡോക്ടർമാര് പറഞ്ഞേക്കണേ. എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടെന്നേ. നിനക്ക് പപ്പടം ഭയങ്കര ഇഷ്ടമല്ലേ? ആ നിങ്ങൾ ഇതുവരെ പോയില്ലേ? ബോസേ എന്താടാ വന്നടാ. എന്താടാ പോണില്ലേ? ഞങ്ങള് പോകാൻ തുടങ്ങുമ്പോ റുക്കിയാത്തോടാണ് ഞങ്ങൾ ഈ പപ്പടം ഏൽപ്പിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ഇന്ദു ചേച്ചി വന്നപ്പോ ഈ പപ്പടം കൊണ്ടാൻ പറ്റില്ലെന്ന് ഭയങ്കര സങ്കടപ്പെട്ടാ പോയത്. ആണാ? റുക്കിയാത്തയുടെ സ്നേഹം കാണുമ്പോ ഇതെല്ലാം കൂടി ഇത്താത്തനെ ഏൽപ്പിച്ചാൻ തോന്നിപ്പോകും. അതെ, ഈ പപ്പടത്തിന് പോലും ഇത്താത്തയുടെ സ്നേഹമുണ്ട്. പാത്തൂന്റെ ഉണ്ട്. നമ്മുടെ യോഗ അല്ലാണ്ടെന്താ? അതെ, നല്ല യോഗ. ഇതൊക്കെ വറുത്ത് നിന്ന് ഇവിടെ ഇന്നോട്ടാ ഞങ്ങൾ തന്നെ വരെ. ചെല്ല്. അപ്പൊ എന്തു ഞാൻ കൂടി ഇന്ന് പപ്പടം കാച്ചു. പപ്പടങ്ങൾ പ്രോഗ്രാം ഇല്ലടാ, പട്ടണിയാ. എന്നാ പോയി തണ്ടടാ. ഇതിനൊരു മാറ്റൂലട്ടോ. അവനല്ല മാറ്റമില്ലാത്ത നിനക്കാ വല്ല കാര്യം ഉണ്ടായിരുന്നു. ഒരു മിനിറ്റ് കൂടി കേട്ടോ. ദേവ, അമ്മ എനിക്ക് വേണ്ടി കല്യാണക്കാരി ആലോചിക്കുന്നുണ്ട്. എന്തിനാ ആലോചിക്കുന്നേ? കെട്ടിയാ പോരെ? ആര്? കനകത്തിനെ. കനകത്തിനെ നീ കെട്ടിയാ മതി. അതിനവള് നിന്നെയല്ല ഇഷ്ടപ്പെടുന്നത്. ഇല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കട്ടാ. കനകത്തിന്റെ കാര്യം പറഞ്ഞാൽ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. എടാ നിക്കട മണിയെ. താനെ വന്നാ മതി. പിണങ്ങിട്ടുണ്ടാവും. ഞാനൊരു തമാശ പറഞ്ഞല്ലേ. എടാ, ഞാനൊരു കാര്യം ചോദിച്ചു സത്യം പറയൂ. നിനക്ക് ആ പെണ്ണിനോട് ഇഷ്ടമില്ല? ഏത് പെണ്ണ്? നീ ആ മാളിൽ ഇടിച്ചിട്ട പെണ്ണ്. എടാ കള്ള, നിന്നെ ഞാൻ ഇന്നലെ കാണാൻ തുടങ്ങിയല്ലോ. എന്നെയൊക്കെ ഏത് പെണ്ണ് ഇഷ്ടപ്പെടാനാ? അതൊക്കെ ഇഷ്ടപ്പെടും. നീ ആ ബാര ലുക്കല്ലടാ. ആണോ? പിന്നെ അല്ല. ആടന്നോ. പ്രളയം വന്ന പിന്നെ കര കയ്യേറിയവരൊക്കെ വീണ്ടും പുഴയിൽ തന്നെ ആയി. ചോദിച്ചാ വല്ലതും കിട്ടിയടാ? തീമിങ്കലത്തിന് കിട്ടിയിട്ടുണ്ട്. എന്താ വേണ അര വെച്ചേക്ക. അവന്റെ പുച്ഛം കണ്ട. നമ്മള് കലാകാരന്മാരായതുകൊണ്ടാടാ. പരിപാടി കഴിഞ്ഞു വന്നാലും ഇപ്പൊ പരിപാടിയൊന്നുമില്ല എന്ന് ചോദിക്കും ഇവന്മാര്. ഗൾഫുകാരെ പോലെ. അതാണ്. ആ ദേവൂട്ടി, മോളെ പഠിത്തമൊക്കെ എങ്ങനെ നടക്കണു? നന്നായി നടക്കണു. നന്നായി പഠിക്കണം കേട്ടോ. ദേവൂട്ടി, ചേച്ചിയോടും അമ്മയോടും കുസൃതി കാണിക്കാറുണ്ടോ നീ? സത്യം? ഇവള് നല്ല കുട്ടിയല്ലേ. അതെ, നിന്റെ ദേവേട്ടനെ ഒരു കുഴപ്പവും കൂടാതെ അങ്ങോട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ദേവോരനെ ഇങ്ങോട്ട് തിരിച്ചു തന്നെ. ആലോചിക്കട്ടെ. നീ ആലോചിച്ചോ. ഞാൻ ഇന്ന് ഈ പുഴ ചാടി ഒന്ന് തിമിർക്കും. അമ്മേ.